പഴയ ആര്യനാട് മണ്ഡലം വർക്കലയിൽ നിന്നുള്ള ഒരു യുവ തുർക്കി കോൺഗ്രസിൻ്റെ തിരുത്തൽവാദിയായിട്ടൊക്കെ മാറി കേരളത്തിലെ സ്പീക്കറായി അതിമനോഹരമായി കേരളത്തെ നയിച്ചിരുന്ന ഒരു കോൺഗ്രസ് നേതാവ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തിന് വലിയ നഷ്ടമാണ്. കാരണം വലിയ കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. രാജീവ് ഗാന്ധി സെൻറ്റർ എന്ന് പറഞ്ഞൊരു സെൻറ്റർ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ ആവേശമാണ്. അദ്ദേഹം അസംബ്ലിയിലുള്ളപ്പോഴാണ് അവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, സ്പീക്കറുടെ വീട്, ഡെപ്യൂട്ടി സ്പീക്കറുടെ വീട്, പിന്നെ അവിടെ അസംബ്ലിക്കകത്തൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്തത്. സോളാർ പോലുള്ള കാര്യങ്ങൾ ചെയ്തൊരു ഗ്രീൻ ഒരു അസംബ്ലി ആക്കണം, നിയമസഭാ മന്ദിരം ആക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടായിരുന്നു. വലിയ കാഴ്ചപ്പാടുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു എല്ലാവരുടെയും GK. ഈ സിനിമയിലൊക്കെ GK എന്ന് പറയും പോലെ രാഷ്ട്രീയത്തിലെ GK. ഞാൻ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പർഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളല്ല. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു GK. ഞാൻ വളരെ അപൂർവമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. വളരെ നല്ലൊരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി ആയിരുന്നു കാർത്തികേയൻ. മറ്റ് ഗ്രൂപ്പ് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വേറെ. ഇപ്പോൾ കോൺഗ്രസ് അറിയാക്കുമ്പോൾ അങ്ങനെയല്ല, ഇവിടെ ഗ്രൂപ്പ് രാഷ്ട്രീയം അതെല്ലാം വേറെ. പക്ഷേ ഒരു പൊതു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, പൊതു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ഒരു മാന്യനായ നമ്മുടെ PT തോമസിനെയൊക്കെ പോലെ ഒരു മാന്യനായ ഒരു കോൺഗ്രസ്സുകാരൻ. ശബരിനാഥിന് പോലും ആ ഗുണമൊന്നും, അത്രയും അച്ഛൻ്റെ ഗുണമൊന്നും കിട്ടിയിട്ടില്ല, അത്രയും കാഴ്ചപ്പാടൊന്നും ശബരിനാഥിന് കിട്ടിയിട്ടില്ല. ശബരിനാഥിന് ഇനി വരുമെന്നറിയില്ല, എന്തായാലും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ആര്യനാട് മണ്ഡലം ഇപ്പോൾ അരുവിക്കരയാണ്. കാർത്തികേയൻ സാർ GKയുടെ മരണത്തെ തുടർന്ന് ബോംബെയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CSR കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ശബരിനാഥ് കേരളത്തിലെത്തുന്നു. ശബരിനാഥ് മത്സരിക്കുന്നു, അവിടെ ജയിക്കുന്നു. എന്നാൽ ശബരിനാഥ് ഒരുവിധം നല്ല പെർഫോമൻസ് ഉള്ളതാണ്. അരുവിക്കര എനിക്കറിയാവുന്നുള്ളൊരു മണ്ഡലം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിതുര, തൊളിക്കോട്, പിന്നെ അതുപോലെ തന്നെ വെള്ളനാട്, അരുവിക്കര, ഇങ്ങനെ തുടങ്ങിയ കുറേ പഞ്ചായത്തുകളെല്ലാം ചേരുന്നതാണ്. അവിടെ ഈ പെരിങ്ങമല ഇപ്പുറത്താണ്, അവിടെ നന്ദിയോടലിൽ പോകുന്നു, നന്ദിയോടല്ല വാമനപുരത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ 6-7 പഞ്ചായത്തുകൾ വരുന്ന മനോഹരമായ ഒരു മണ്ഡലമാണ്. നായർ കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് വെള്ളനാട് പഞ്ചായത്തിലൊക്കെ നായർ കമ്മ്യൂണിറ്റി തന്നെയാണ് മേജർ കമ്മ്യൂണിറ്റി. എന്നാൽ അതുപോലെ നാടാർ ക്രിസ്ത്യനുകൾക്ക് വലിയ പങ്കാളിത്തമുള്ള ഒരു പ്രദേശമാണ്. അതിൻ്റെ കൺസോളിഡേഷനും പലപ്പോഴും നടക്കുന്നുണ്ട്. കാട്ടാക്കടയും അരുവിക്കരയുമാണ് അങ്ങനെ ക്രിസ്ത്യൻ കൺസോളിഡേഷൻ നടക്കുന്ന ഇതിൽ ഈ ക്രിസ്ത്യൻ കൺസോളിഡേഷൻ നടക്കുന്നത് ആർക്കനുകൂലമാകും അവരാണ് ജയിക്കുന്നത്. കാട്ടാക്കടയിൽ ഇത് കാലാകാലങ്ങളായി CPMന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ CPM കാട്ടാക്കട ഭാഗത്തൊക്കെയുള്ള CPM ജയിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകം അവിടുത്തെ നാടാർ കമ്മ്യൂണിറ്റി തന്നെയാണ്. 10-30% നാടാർ കമ്മ്യൂണിറ്റിയുണ്ട്. അവർ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അവരിൽ നിന്ന് നേതാക്കൾ ലാസറിനെയൊക്കെ പോലെയുള്ള, ലാസർ ജോസഫ് എന്നൊക്കെ പറയുന്ന പോലുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഴയ കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയൊരു കൺസോൾട്ടേഷനുണ്ട്. ഈ കൺസോൾട്ടേഷനെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സ്റ്റീഫൻ, അദ്ദേഹം ആൾ ജെന്റിൽമാനാണ്, മാന്യനാണ്, ലളിതമായി ജീവിക്കുന്ന ആളാണ്, വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. CPMൻ്റെ ഏരിയ നേതാവ് പോലെയായി, സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. വളരെ മാന്യനാണ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കും എനിക്ക് വ്യക്തിപരമായ പരിചയമുണ്ട്. ഇപ്പോഴും എനിക്ക് വലിയ റെസ്പെക്റ്റുള്ള മാന്യനായ വ്യക്തിയാണ്. പക്ഷേ ഞാൻ അദ്ദേഹം ജയിക്കും എന്നും ധരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെ മാതൃഭൂമി ചാനലിന് വേണ്ടി നടന്നൊരു സർവേ കണ്ടപ്പോഴാണ് എൻ്റെ ശ്രദ്ധ അരുവിക്കരയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതാക്കളെ പലരെയും വിളിച്ചു. നമുക്ക് ചാനലാണല്ലോ, അപ്പം നമുക്ക് കാര്യങ്ങൾ ചെയ്യണമല്ലോ. വിളിച്ച് സംസാരിക്കുമ്പോൾ അത്ര പവിത്രവും പരിപാവനവും പക്വതയുമുള്ളതല്ല സ്റ്റീഫൻ്റെ അവിടുത്തെ സ്റ്റാൻഡ് എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് എന്താണ് കാര്യമെന്നറിയില്ല. മാതൃഭൂമിയുടെ കണക്കനുസരിച്ച് UDFിലേക്ക് അരുവിക്കര പോകാൻ സാധ്യതയുണ്ട്. വീണ്ടും അവിടെ അത് ശബരിനാഥ് നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ശബരിനാഥ് മിക്കവാറും വട്ടിയൂർക്കാവിലോ തിരുവനന്തപുരം സെൻട്രലിലോ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേമത്തോ ആയിരിക്കും മിക്കവാറും. അല്ല, അരുവിക്കരയിൽ ശബരിനാഥിൻ്റെ സാധ്യത വളരെ കുറവാണ്. അരുവിക്കരയിൽ വരാൻ സാധ്യതയുള്ളത് MM ഹസനാണ്. കാരണം അദ്ദേഹം 2-3 കാര്യങ്ങളിൽ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു. ഒന്ന്, അദ്ദേഹം UDFിൻ്റെ ആയിരുന്നു. ഇപ്പോൾ അടൂർ പ്രകാശ് മാറിയപ്പോൾ കൺവീനർ സ്ഥാനം മാറി, അടൂർ പ്രകാശ് വന്നപ്പോൾ മാറി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പൊസിഷൻ കൊടുക്കണം. നമ്പർ 1, മൈനോറിറ്റി സമുദായത്തിൽ നിന്ന് കോൺഗ്രസ്സിൽ വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ കെയർ ഓഫിലൊന്നും അല്ല
മുസ്ലിം കെയർ ഓഫിലൊന്നും അല്ല. കോൺഗ്രസിൽ കഴിവ് കൊണ്ട് തന്നെയാണ് പഴയ KSUവിൻ്റെ കാലം മുതലുള്ള AK ആൻ്റണിയുടെ കാലം മുതലൊക്കെ ഉള്ള KSU യൂത്ത് കോൺഗ്രസ് അങ്ങനെ തുടങ്ങി വന്ന ആളാണ്. അതുകൊണ്ടല്ലാതെ ഒരു സംവരണത്തിൽ കയറി വന്ന ആളൊന്നുമല്ല. MM ഹസൻ വളരെ മാന്യനാണ്. ജനശ്രീ എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ചെയർപേഴ്സണോ രക്ഷാധികാരിയുമാണ്. വളരെ വലിയ അതിൻ്റെ ചില പരിപാടികൾക്കൊക്കെ ഞാനൊക്കെ പോകും. അപ്പോൾ വളരെ വലിയ ജനകീയനാണ് അദ്ദേഹം. ഒരുപാട് കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. വളരെയധികം വ്യക്തമായി ശക്തമായി സമൂഹത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുള്ള ഒരാളാണ്. അക്കാഡമിക് തലത്തിലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുമാണ്. വളരെ മാന്യനായിട്ടുള്ള ഒരാളാണ് MM ഹസൻ. അങ്ങനെ MM ഹസനാണ് അവിടെ മത്സരിക്കുകയാണെങ്കിൽ മറ്റൊരു കൺസോൾട്ടേഷൻ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അതായത് വിതുര ശശിയെ പോലുള്ള വിദ്യാസാഗറിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ പറയുന്ന തൊളിക്കോട് വിതുര ഭാഗത്തൊക്കെ നല്ല ശക്തമാണ്. അവിടെ നാടാർ കൺസോൾട്ടേഷൻ ഒരു വശത്ത് നടക്കുമ്പോൾ തൊളിക്കോട് പോലുള്ള ഭാഗങ്ങളിൽ മുസ്ലിം കൺസോൾട്ടേഷനും നടന്നേക്കാം. അവിടെ അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് അനുകൂലമായി മാറിയേക്കാം. വിതുര പഞ്ചായത്തൊക്കെ എപ്പോഴും കോൺഗ്രസിനോടൊപ്പവും CPMനോടൊപ്പം മാറി തിരിഞ്ഞു നിൽക്കുന്ന പഞ്ചായത്താണ്. കുത്തകയൊന്നുമില്ല. വെള്ളനാട് പഞ്ചായത്ത്, വെള്ളനാട് ശശി അവിടെ CPM കോൺഗ്രസിൽ നിന്നിട്ട് CPMലേക്ക് പോയതുകൊണ്ട് പഞ്ചായത്ത് പിടിച്ചു എന്നുള്ളതല്ലാതെ അവിടെയും കോൺഗ്രസിന് വലിയ അപ്രമാദിത്വമുള്ള പഞ്ചായത്താണ് വെള്ളനാട് പഞ്ചായത്ത്. അതുപോലെ അരുവിക്കര കോൺഗ്രസിനും CPMനും ഒരുപോലെ അപ്രമാദിത്വമുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സ്റ്റീഫൻ്റെ പെർഫോമൻസിനെ കുറിച്ച് മാതൃഭൂമി പറയുന്നതാണ്. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള വളരെ വിനയമൊക്കെ ഉള്ള നല്ല ഒരു MLA ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ മാതൃഭൂമിയുടെ കണക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 54% ഉള്ളൂ. അത് ജസ്റ്റ് ആവറേജിന്, അതായത് 50 അവർ പറയുന്ന ഒരു യാഡ് സ്റ്റിക്ക്, അതിൻ്റെ തൊട്ട് മുകളിൽ 54% ഉള്ളൂ. അപ്പോൾ ജനപ്രീതി ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണ്. മാത്രമല്ല മാതൃഭൂമി പറയുന്ന അനുസരിച്ച് സർവേയുടെ റിപ്പോർട്ടാണ് പറയുന്നതനുസരിച്ച് UDFൻ്റെ കണക്കിൽ കൂട്ടിയിരിക്കുന്ന മണ്ഡലമായി അരുവിക്കര മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് GKക്ക് നന്നായി കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ശബരിനാഥിനും ഒരു പ്രാവശ്യം നന്നായി കിട്ടി. സ്റ്റീഫൻ ഒരു പ്രാവശ്യം ജനങ്ങൾ കൊടുത്തെങ്കിലും സംസ്ഥാനത്താകെയുള്ള ഒരു ആൻറ്റി ഇൻകംബൻസിൻ്റെയും പിണറായി വിജയനെതിരെയൊക്കെ ഉള്ള വളരെ ശക്തമായ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായും അതുപോലെ തന്നെ പുതിയുഗ യാത്രയും കോൺഗ്രസിൻ്റെ സംവിധാനത്തിലേക്ക് വന്ന് പുതിയൊരു ഭരണമാറ്റം ഇതാ വരാൻ പോകുന്നു എന്നുള്ളൊരു ഫീല് കേരളത്തിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. അത് സക്സസ് ആയിട്ടുണ്ട്. അതിനി മാധ്യമങ്ങൾ കൊണ്ടുവന്നതായാലും UDF കൊണ്ടുവന്നതായാലും അത് UDFൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. LDFൻ്റെ പല പ്രവർത്തനങ്ങൾ കൊണ്ടും അവർ വികസന പ്രവർത്തനം നടത്തിയെങ്കിലും അതിനപ്പുറമുള്ള പല പ്രവർത്തനങ്ങൾ കൊണ്ട് അത് നമ്മൾ വിശകലനം ചെയ്യും. പൊളിറ്റിക്കൽ ഡെസ്ക് അത് കൃത്യമായി നമുക്ക് രാഷ്ട്രീയ വിശകലനം നടത്തും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ. അത് വരുമ്പോൾ തീർച്ചയായിട്ടും അരുവിക്കരയിൽ സ്റ്റീഫൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ MM ഹസന് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്, ജയിക്കാൻ. അങ്ങനെ ജയിച്ചാൽ ഒരു മന്ത്രിയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീ MM ഹസൻ അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്താൽ, UDF വരികയും ചെയ്താൽ തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ ഇനി ഷാനിമോൻ ഉസ്മാൻ മത്സരിച്ചാലും തീർച്ചയായിട്ടും MM ഹസന് ഒരു മന്ത്രിസ്ഥാനവുമുണ്ട്. അപ്പോൾ അരുവിക്കരക്കാർക്കൊരു മന്ത്രിയെ കിട്ടുമോ?